യേശുവിൻ്റെ ശക്തിയുള്ള നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം. ഇത് കൊച്ചിൻ ലാംസ്റ്റൈൻ ചർച്ചിലെ പാസ്റ്റർ ജോൺ കൊടിയറിൻ്റെ പ്രബോധനങ്ങളാണ്. ഞാൻ മിനു സ്റ്റീവ് ഇംഗ്ലീഷിൽ നിന്നും ഇത് നിങ്ങൾക്കായി തർജ്ജമ ചെയ്യുന്നു. യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹങ്ങൾ, പരിശുദ്ധാത്മാവ്. നമുക്ക് ഉൽപ്പത്തി 3:15 പോകാം. ഞാൻ നിനക്കും സ്ത്രീക്കും നിന്റെ സന്തതിക്കും അവരുടെ സന്തതിക്കും തമ്മിൽ ശത്രുത്വം ഉണ്ടാക്കും. അവൻ നിന്റെ തല തകർക്കും, നീ അവന്റെ കുതികാൽ തകർക്കും. ഈ വാഗ്ദത്തം ഉൽപ്പത്തി 3 മനുഷ്യന്റെ വീഴ്ചയ്ക്ക് ശേഷമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ദൈവത്തിന്റെ പെർഫെക്റ്റ് ആയ സൃഷ്ടിയെ കുട്ടിച്ചോറാക്കാൻ നമ്മുടെ പിതാക്കന്മാർക്ക് ഒരുപാട് സമയമൊന്നും വേണ്ടി വന്നില്ല. ദൈവം പറഞ്ഞു, നിങ്ങൾ ഈ വൃക്ഷത്തിൽ നിന്നും ഫലം പറിച്ചു കഴിക്കരുത് എന്ന്. ദൈവം ചെയ്യണ്ട എന്ന് പറഞ്ഞത് അവർ ചെയ്തു. ദൈവത്തിന് അവർ ചെയ്ത പ്രവൃത്തിയുടെ അനന്തരഫലങ്ങൾ അവരോട് പറയേണ്ടി വന്നു. ദൈവത്തിന്റെ കാഠിന്യമേറിയ വാക്കുകൾക്ക് നടുവിലും നമുക്ക് കാണാം പ്രത്യാശയുടെ കിരണങ്ങൾ, നമ്മുടെ ആഴമേറിയ ആവശ്യങ്ങൾക്കുള്ള ദൈവത്തിന്റെ പരിഹാരത്തിന്റെ വെളിപാടുകൾ. ആ പ്രത്യാശയുടെ കിരണങ്ങൾ നമ്മുടെ വെബ്സൈറ്റിന്റെ മുൻവശത്തെ പേജിൽ നമുക്ക് കാണാം. എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന വാക്യം. എന്താണ് നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം? അതൊരു പക്ഷേ സൗഖ്യമായിരിക്കാം, സാമ്പത്തികമോ വികാരപരമോ ആയ ആവശ്യങ്ങളായിരിക്കാം. പക്ഷേ നിങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം എന്നത് നിങ്ങൾ രക്ഷിക്കപ്പെടുക എന്നതാണ്. നിങ്ങളുടെ നിത്യത യേശുവുമായി ചിലവിടുക എന്നതാണ്. അതാണ് ഏറ്റവും വലിയ ആവശ്യം. അത് എപ്പോഴും മനസ്സിൽ വെക്കുക. ദൈവം ആ ലക്ഷ്യത്തിലേക്കാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ ദൈവം പ്രവർത്തിച്ചുകൊണ്ടിരുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്, അതിനെ എങ്ങനെ അതിജീവിക്കാം എന്നതൊക്കെയാണ്. ഇവിടെ ഉൽപ്പത്തി 3:15 നമുക്ക് കാണാം, ദൈവം ഒരു പദ്ധതി പ്രവർത്തനയോഗ്യമാക്കി വെക്കുകയാണ് ശത്രുവിനെ തോൽപ്പിക്കുവാൻ വേണ്ടി. പക്ഷെ അതിൽ യേശുവിന് അനുഭവിക്കേണ്ടി വരുന്ന വേദന കൂടി ഉൾപ്പെട്ടിട്ടുണ്ട്. എന്തുകൊണ്ട് യേശുവിന് ആ വേദന അനുഭവിക്കേണ്ടി വന്നു? കാരണം അവിടുന്ന് നമ്മുടെ മറുവില ആയിരുന്നു. നാമാണ് ആ വേദന അനുഭവിക്കേണ്ടിയിരുന്നത്. ദൈവവുമായി നിത്യമായുള്ള വേർപാട്, നമ്മുടെ മരണശേഷം. പക്ഷേ യേശു അത് അനുഭവിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ ദൈവമേ എന്നെ കൈവിട്ടിട്ടുണ്ട് എന്ന്. തുടക്കം മുതൽ ദൈവം നമ്മോട് പറയുന്നു, പാപത്തിന്റെ അനന്തരഫലങ്ങൾ വളരെയധികം മാരകമാണ്. പക്ഷേ അത് അതിതീവ്രമാകേണ്ട കാര്യമില്ല. അതിനർത്ഥം അവൻ നിങ്ങളെ നശിപ്പിക്കേണ്ട കാര്യമല്ല. കാരണം യേശു ക്രൂശിൽ പറയുന്നു, ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, പൂർത്തിയായിരിക്കുന്നു. അവിടുന്ന് പറഞ്ഞില്ല യു ആർ ഫിനിഷ്ഡ്, നിങ്ങൾ തീർന്നു എന്ന്. ദൈവത്തിന് വീണ്ടെടുക്കാനുള്ള ഒരു പദ്ധതിയുണ്ട്. യേശു ക്രൂശിൽ അടച്ച വിലയിലൂടെ മാത്രമേ ഒരു ബന്ധം സാധ്യമാകുകയുണ്ടായിരുന്നുള്ളൂ. അതിനർത്ഥം നാം എന്ത് തെറ്റുകൾ ചെയ്താലും ദൈവത്തിന് ഒരു വീണ്ടെടുപ്പിന്റെ പദ്ധതി ഉണ്ട്. നിങ്ങൾ എന്തു ചെയ്തു എന്നതിൽ കാര്യമില്ല. ഇപ്പോൾ മുതൽ നിങ്ങൾ ദൈവത്തിൽ വിശ്വസിച്ചാൽ അവിടുന്ന് നിങ്ങളെ വിജയത്തിലേക്ക് നയിക്കും. നിങ്ങളുടെ ജീവിതം എത്ര പ്രശ്നത്തിൽ ആണെങ്കിലും, നിങ്ങൾ എത്ര തെറ്റായ തിരഞ്ഞെടുപ്പുകൾ നിങ്ങളുടെ ഭൂതകാലത്തിൽ നടത്തിയിട്ടുണ്ട് എങ്കിലും, പൗലോസ് അപ്പോസ്തലൻ കരുതുന്നു അദ്ദേഹം തെറ്റായ പല തീരുമാനങ്ങളും എടുത്തിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തിന്റെയും പാസ്റ്ററിന്റെയും തിരഞ്ഞെടുപ്പുകൾ താരതമ്യപ്പെടുത്തിയാൽ പാസ്റ്റർ അപ്പോസ്തലനേക്കാളും കൂടുതൽ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തെ പരാജയപ്പെടുത്തിയേക്കാം. തെറ്റായ കുറെ തിരഞ്ഞെടുപ്പുകൾ പാസ്റ്റർ നടത്തിയിട്ടുണ്ട്. ചില സമയത്ത് പാസ്റ്റർ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ദൈവം പറയും, ആ ചിന്ത അവിടെ വെച്ച് നിർത്താൻ. കാരണം അത് നഷ്ടബോധങ്ങളാണ്. കാരണം ദൈവത്തിന് നമ്മോടുള്ള പദ്ധതികൾ നല്ലതാണ്, നമ്മുടെ മെച്ചപ്പെട്ട ഭാവിക്ക് വേണ്ടി. നിങ്ങൾക്ക് എത്ര അൺഫെയർ ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിലും ഈ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവത്തിന് നിങ്ങളെ പ്രതി ഒരു വീണ്ടെടുപ്പിന്റെ പദ്ധതിയുണ്ട്, നിങ്ങൾക്ക് വേണ്ടി മാത്രം. അതൊരു ക്ലീഷേ ആയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മറ്റുള്ള ആളുകൾ നമ്മളെക്കാൾ ഇത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് അവർ ജാതകം, ജ്യോതിഷം എന്നതിലൊക്കെ വിശ്വസിക്കുന്നത്. ഇവിടെ ദൈവം പറയുന്നു, എനിക്കൊരു പദ്ധതിയുണ്ട് പുതിയ ഉടമ്പടിയിൽ. ആ പദ്ധതി എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നത്? ദൈവത്തിന്റെ മക്കൾ പരിശുദ്ധാത്മാവിനാൽ. അത് നാം നയിക്കപ്പെടുന്നത് ആണ്, അല്ലേ? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ അറിയുമ്പോൾ ദൈവത്തിലൂടെയാണ്. ഇതെപ്പോഴും പാസ്റ്റർ പറയാറുണ്ട്. സാമുവേൽ ജനിച്ച ദിവസം അവിടെ 30 കുട്ടികൾ ഉണ്ടായിരുന്നു. അന്നേരം സാമുവേലിന്റെ കയ്യിലെ ടാഗിൽ ജോണിന്റെ മകനായ സാമുവേൽ എന്ന ടാഗ് ഇല്ലാതെ അവനെ തിരിച്ചറിയാൻ സാധിക്കുകയായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പാസ്റ്റർക്ക് അവന്റെ ശബ്ദം അറിയാം. സാമുവേലിന്റെ ക്ലാസ്സിലെ മൊത്തം കുട്ടികൾ ഒന്നിച്ചൊച്ചയെടുത്താലും അവന്റെ ശബ്ദം പാസ്റ്റർക്ക് തിരിച്ചറിയാൻ പറ്റും. കാരണം അവർ തമ്മിലൊരു ബന്ധമുണ്ട്. പാസ്റ്റർക്കറിയാം അവന്റെ സ്വഭാവം എന്താണ് എന്ന്. ആരെങ്കിലും പറയുകയാണ്, പാസ്റ്റർ ലുങ്കി എടുത്ത് ഗാജാബീഡിയും വലിച്ചുകൊണ്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് സത്യമല്ല എന്ന്. കാരണം പാസ്റ്റർ ഗാജാബീഡി വലിക്കില്ല, ലുങ്കി ഉടുക്കുകയും ഇല്ല. നിങ്ങൾക്ക് പാസ്റ്ററിന്റെ സ്വഭാവം അറിയാം. പാസ്റ്റർ എന്താണ് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത് എന്നാൽ, നമുക്കുള്ള എല്ലാ പാപപ്രകൃതിയും അതിന്റെ അനന്തരഫലങ്ങളും
വീഴ്ചയുടെ ഫലമായി വന്നതാണ്. അത് യേശു ക്രിസ്തു ക്രൂശിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ദൈവകൃപയുടെ ആ സത്യം നിങ്ങളുടെ ഹൃദയങ്ങളെ പ്രത്യാശയാൽ നിറയ്ക്കും. അതാണ് നമുക്കുള്ള പ്രത്യാശ. നാം നിത്യതയിൽ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ലോകം നമ്മുടെ നേരെ എറിയുന്ന എന്തിനേയും മറികടക്കുവാൻ നമുക്ക് പറ്റും. വേറൊരു തരത്തിൽ പറഞ്ഞാൽ നമ്മൾ അജയരും നമ്മെ ആർക്കും തൊടാൻ പറ്റാത്തവരുമാണ്. എന്തുകൊണ്ട്? കാരണം നമുക്ക് യേശുവിൽ ഈ പ്രത്യാശ ഉണ്ട്. അതാണ് നമ്മുടെ പ്രത്യാശയുടെ മൂലകാരണം. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നാം നടക്കുവാൻ. നമുക്ക് യെശയ്യാവ് 7:14 പോകാം. അതുകൊണ്ട് കർത്താവ് തന്നെ നിങ്ങൾക്ക് ഒരു അടയാളം തരും. കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവൽ എന്ന് പേർ വിളിക്കുമെന്ന്. ഇനി മത്തായി 1:23 പറയുന്നു, എന്ന് കർത്താവ് പ്രവാചകൻ മുഖാന്തരം അരുളി ചെയ്തത് നിവൃത്തിയാകും, ഇതൊക്കെയും സംഭവിച്ചു എന്ന്. ഇത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. മത്തായി പറയുന്നു ഇമ്മാനുവൽ എന്ന പേരിന്റെ അർത്ഥം എന്താണെന്ന്. ദൈവം നമ്മോട് കൂടെ എന്നാണ് അതിന്റെ അർത്ഥം. എന്താണ് ഇതിന്റെ അർത്ഥം? യേശുവിന്റെ പദവിയുടെ വിവരണമാണത്. അതിനർത്ഥം പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. പുത്രൻ നമ്മോട് കൂടെ ഉണ്ടായിരിക്കുവാൻ വേണ്ടി അവൻ വന്നു. ആയതിനാൽ അവിടുന്ന് മനുഷ്യനായി. അവിടുന്ന് ദൈവമായിരുന്നു, പക്ഷേ മനുഷ്യനായി. അവിടുന്ന് എല്ലാം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ അത്രേ ചെയ്തത്. ഇന്നത്തെ വിഷയം ദൈവം നമ്മിൽ എന്നതാണ്. ഗോഡ് ഇൻ അസ്, അല്ലാതെ ഗോഡ് വിത്ത് അസ്, നമ്മോട് കൂടെ എന്നതല്ല. നമ്മൾ പല പാട്ടുകളും പാടാറുണ്ട്, ദൈവം നമ്മോട് കൂടെ, ഗോഡ് ഈസ് വിത്ത് അസ് എന്ന്. അത് ശരിയാണ്, അത് യേശുവാണ്. അവിടുന്ന് ദൈവം നമ്മോട് കൂടെയാണ്. പക്ഷെ പരിശുദ്ധാത്മാവുണ്ട്, ദൈവം നമ്മിൽ. നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആലയങ്ങളാണ്. അതിലൊരു വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസമുള്ളതിനാൽ ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ നിങ്ങൾ ആരാണെന്നതിൽ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ദൈവം നമ്മോട് കൂടെ എന്നതല്ല, ദൈവം നമ്മിൽ എന്നാണ്. അതാണ് നമ്മളും ദൈവവും തമ്മിലുള്ള ബന്ധത്തിന്റെ അടിസ്ഥാനം. നാം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് വാഗ്ദത്തം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ്. ഓർക്കുക, ദൈവം നമ്മിൽ. ഗലാത്യർ 3:13-14 വാക്യങ്ങളിലേക്ക് നമുക്ക് പോകാം. മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിന്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങി അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. യേശു ദൈവം നമ്മോട് കൂടെയായിരുന്നു. അവിടുന്ന് നമ്മെ ദൈവവുമായി നിരപ്പാക്കി. എന്താണത് ചെയ്യുക? അത് അബ്രഹാത്തിന്മേലുള്ള അനുഗ്രഹം നമ്മിലേക്ക് കൊണ്ടുവരികയാണ്, അതായത് വിജാതിയരുടെ മേൽ. പരിശുദ്ധാത്മാവ് എന്നത് വാഗ്ദത്തം ചെയ്യപ്പെട്ടതാണ്. പരിശുദ്ധാത്മാവ് നമ്മിൽ ഉള്ളത് യേശു ക്രിസ്തുവിൽ ഉള്ള വിശ്വാസത്താൽ നമുക്ക് വാഗ്ദത്തം ചെയ്യപ്പെട്ട ആ പരിശുദ്ധാത്മാവിനെ നമുക്ക് ലഭിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. അത് നിങ്ങളെ എന്തിനൊക്കെ സഹായിക്കും? നിങ്ങൾ അഭിമുഖീകരിക്കുന്ന എന്തിനേയും നേരിടാൻ നിങ്ങളെ സഹായിക്കും. യേശുവാണ് ഉത്തരം എന്ന് നിങ്ങൾ പറയുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളിൽ ഇല്ലെങ്കിൽ അതിനൊരു പ്രസക്തിയും ഇല്ല. എന്തവസ്ഥ ആയിരുന്നാലും, എന്ത് തന്നെ ആയാലും ദൈവം അതിനെ മറികടക്കുവാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങൾ സ്വയം ആ പ്രശ്നത്തിലേക്ക് കടന്നതായാലും അവിടുന്ന് അത്രയ്ക്കും നല്ലവനാണ്. യേശു പരിശുദ്ധാത്മാവിനാൽ മുദ്ര കുത്തപ്പെട്ടവനായി ആയിരുന്നു. മത്തായി 3:16 യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറന്ന് ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് അവൻ കണ്ടു. യേശു സ്നാനപ്പെട്ടപ്പോൾ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ വന്നു. യോഹന്നാൻ 6:27 നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നിത്യജീവങ്ങളിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അവനെ പിതാവായ ദൈവം മുദ്രയിട്ടിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്താണ് മുദ്ര? പരിശുദ്ധാത്മാവ്. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റും പരിശുദ്ധാത്മാവ് അവിടുത്തെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. അവിടുന്ന് പിതാവിങ്കിലേക്ക് തിരിച്ചു വന്നു. എന്നിട്ട് നമുക്ക് അതേ പരിശുദ്ധാത്മാവിനെ നൽകി. പാസ്റ്റർ നമുക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി വളരെ ലളിതമായാണ് ഇതെല്ലാം പറഞ്ഞു തരുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാകാം നാം എന്തിലാലാണ് ശക്തരാകുന്നത് എന്ന്. യോഹന്നാൻ 16:7-11 വരെയുള്ള വാക്യങ്ങളിലേക്ക് പോയാൽ, എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ആരെ കുറിച്ചാണ് ഇത് പറയുന്നത്? ഇത് പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് പറയുന്നത്. വേറൊരു പ്രവാചകനെ കുറിച്ചോ മറ്റു മതത്തിൽ ഉള്ളവരെ കുറിച്ചോ അല്ലെങ്കിൽ മറ്റു മതത്തിൽ പറയുന്ന ഇതോ പോലെയൊന്നും അല്ല. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധ്യം വരുത്തും. ഇവിടെ ആരാണ് വിധിക്കപ്പെട്ടത്? നിങ്ങളല്ല. ആ ന്യായവിധി സാത്താനുള്ളതാണ്.
അതുകൊണ്ട് അവൻ വന്ന് നിങ്ങളുടെ ഭൂതകാലത്തെക്കുറിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തിയാൽ അവന്റെ ഭാവിയെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക. നിങ്ങളുടെ ഭൂതകാലം യേശു നോക്കിക്കൊള്ളും. നിങ്ങൾ എന്തു ചെയ്തു എന്നത് പ്രശ്നം അല്ല. വേദപുസ്തകം കാർണാലിറ്റി, ജഡികതയെ കുറിച്ച് പറയുന്നു. അതിന്റെ അടിസ്ഥാനത്തിലേക്ക് നാം എത്തുമ്പോൾ അത് നമ്മുടെ 5 ഇന്ദ്രിയങ്ങളിലൂടെ ലഭിച്ച വിവരങ്ങൾ എങ്ങനെ നമ്മുടെ നാഡീവ്യൂഹം കൈകാര്യം ചെയ്യുന്നു എന്ന് പറയുന്നു. അത് മാത്രമേ നിങ്ങൾക്കുള്ളൂ എങ്കിൽ വേദപുസ്തകം നമ്മെ ജഡികർ എന്ന് പറയും. നിങ്ങൾ ക്രിസ്തുവിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അങ്ങനെ തന്നെ. ഒരു വിശ്വാസിയായ ജഡിക മനുഷ്യൻ എന്നാൽ ആത്മീകമായി യാതൊരു പക്വതയും വരാത്ത മനുഷ്യൻ എന്നാണ്. ഈ വ്യക്തിയെ നിയന്ത്രിക്കുന്നത് അവന്റെ പഴയ പാപപ്രകൃതിയാണ്. അവർ സ്വമനസ്സാലെ സ്വന്തം ഇഷ്ടത്താൽ സ്വാർത്ഥ താല്പര്യങ്ങളോട് അതെ എന്ന് പറയുകയും ദൈവഹിതത്തോട് വേണ്ട എന്ന് പറയുകയുമാണ് ചെയ്യുന്നത്. അവർക്ക് ലൗകിക വിജയങ്ങൾക്കും ലോകത്തിന്റെ മാനദണ്ഡങ്ങൾക്കും ഈ ജീവിതത്തിന്റെ നേട്ടങ്ങൾക്കുമാണ് താല്പര്യം, ആത്മീക താല്പര്യങ്ങളെയെല്ലാം വേണ്ടെന്ന് വെച്ചിട്ട്. ഇതാണ് വേദപുസ്തകപരമായി ജഡീകം. അവരുടെ അനുസരണ സ്വാഭാവിക രുചിക്കൂട്ടുകളോട് ആണ്, ദൈവത്തിന്റെ കാര്യങ്ങളെക്കാൾ. പ്രശ്നം എന്തെന്നാൽ നിങ്ങൾ ജഡികനായിരിക്കുമ്പോൾ നിങ്ങൾ സ്വർഗസ്ഥനായ പിതാവുമായി ശത്രുതയിലാണ്. റോമർ 8:5-8 വരെയുള്ള വാക്യങ്ങൾ. ജഡസ്വഭാവമുള്ളവർ ജഡത്തിനും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. ജഡത്തിന്റെ ചിന്ത മരണം, ആത്മാവിന്റെ ചിന്തയോ ജീവനും സമാധാനവും തന്നെ. ജഡത്തിന്റെ ചിന്ത ദൈവത്തോട് ശത്രുത്വമാകുന്നു. അത് ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് കീഴ്പ്പെടുവാൻ കഴിയുന്നതുമില്ല. ജഡസ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ കഴിയുകയില്ല. ജഡികത മാംസത്തിന് തുല്യമാണ്. ജഡിക മാനസരാവുക എന്നത് മരണത്തിന് തുല്യവും. മനസ്സിലാക്കുക, നമ്മുടെ ദേഹം തിന്മയല്ല, അത് ദൈവത്താൽ നിർമ്മിതമല്ലേ. പക്ഷേ നിങ്ങൾ ജഡികരാകരുത്. കാരണം ദൈവം എന്തെങ്കിലും ഒന്ന് ആത്മീകമാണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് പറയുകയാണ് ഇല്ല അങ്ങനെയൊന്നല്ല എന്ന്. അപ്പോൾ ആരുടെ റിപ്പോർട്ടാണ് നിങ്ങൾ വിശ്വസിക്കുക? 1 കൊരിന്ത്യർ 3:1 പറയുന്നു, എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീകന്മാരോട് എന്ന പോലെയല്ല ജഡികന്മാരോട് എന്ന പോലെ ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിയുന്നുള്ളൂ എന്ന്. അതായത് ആത്മീകമായതും ജഡീകവുമായതുമുണ്ട്. നിങ്ങളുടെ ശരീരത്തോട് നിങ്ങൾ ആത്മീകമായത് സംസാരിക്കുമ്പോൾ നിങ്ങൾ ജഡീകനാണെങ്കിൽ അത് അന്ധവിശ്വാസത്തിലായിരിക്കും പ്രതികരിക്കുക. അതിന് വിശ്വാസമില്ലാത്തത് കൊണ്ടല്ല, വളരെയധികം അവിശ്വാസം അവിടെയുണ്ട്. നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, പക്ഷെ അവിശ്വാസത്തിന്റെ ചോദ്യമാണത്. നിങ്ങൾക്കുള്ള വിശ്വാസത്തെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ. എബ്രായർ 11:6 പറയുന്നു, എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ വരുന്നവൻ ദൈവമുണ്ട് എന്ന് തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. ആ വിശ്വാസം എന്നത് സ്വർഗീയ വിശ്വാസമാണ്. അത് വ്യക്തമാക്കി തരാം. നിങ്ങൾ ഇരിക്കുന്ന കസേരയിൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? അത് മാനുഷിക വിശ്വാസമാണ്. ATM-ൽ നിങ്ങൾക്ക് വിശ്വാസമുണ്ട്, അതായത് അതിൽ നിന്നും പൈസ വരും എന്നുള്ളത്. അതാണ് മാനുഷിക വിശ്വാസം. എല്ലാ മനുഷ്യനും വിശ്വാസമുണ്ട്. നമുക്ക് വേണ്ടത് ദൈവിക വിശ്വാസമാണ്, ദൈവത്തിൽ നിന്നുള്ള അവിശ്വാസം. അതില്ലാതെ അത് നിങ്ങളിൽ നിന്നും ഉത്ഭവിക്കുന്നതല്ല. നിങ്ങൾക്ക് ദൈവത്തെ പ്രസാദിപ്പാൻ പറ്റുകയും ഇല്ല. അവിടുന്ന് എന്താണ് ആത്മീകൻ? അല്ലെങ്കിൽ എല്ലാ വിശ്വാസവും ജഡീകം ആണ്. എബ്രായർ 12:2 വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുക. തന്റെ മുമ്പിൽ വച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അവൻ അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലത്തുഭാഗത്ത് ഇരിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നു. യേശുവിനെ സംബന്ധിക്കുന്ന കാര്യങ്ങളും യേശുവും ആത്മീകം ആണ്. എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും ആകുന്നു. നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോൾ ദൈവത്തെ കണ്ടോ? നിങ്ങളിൽ പലരും നിങ്ങളുടെ വിശ്വാസത്തെ ദൈവത്തിൽ അർപ്പിച്ചത് ദൈവത്തെ കാണാതെ തന്നെയാണ്. അതൊരു നല്ല കാര്യമാണ്. യാഥാർത്ഥ്യമല്ലാത്ത ഒന്നിൽ വിശ്വസിക്കുന്നതല്ല വിശ്വാസം. ഇല്ലാത്ത സാങ്കല്പിക കാര്യങ്ങളിൽ വിശ്വസിക്കുക എന്നതുമല്ല. വിശ്വാസം എന്നത് ആത്മീക ലോകത്തിലുള്ള കാര്യങ്ങൾ വിശ്വസിക്കുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ കൃപയുള്ളതിനാൽ അതിനെ ലൗകിക ലോകത്തിലേക്ക് കൊണ്ടുവരുന്നതാണ് വിശ്വാസം. അതാണ് വിശ്വാസം. അത് എവിടെയാണുള്ളത്? ആത്മീക ലോകത്തിൽ. പക്ഷെ ഈ വിശ്വാസം 5 ഇന്ദ്രിയങ്ങളാൽ എത്തിപ്പെടാവുന്നതല്ല. അത് നാം ജഡീകം എന്ന നിലയിൽ അറിയുന്നു. എന്താണ് 5 ഇന്ദ്രിയങ്ങൾ? കണ്ണ്, മൂക്ക്, സ്പർശം, കേൾവി, രുചി. ഇത് മറ്റൊരു ഇന്ദ്രിയമാണ്. അതിനെ ഇതിലേക്ക് കൊണ്ടുവന്ന് ഇതിനേക്കാൾ യാഥാർത്ഥ്യമാക്കണം. അതിന് പരിചയം വേണം, പ്രാക്ടീസ്. അതിന് നിങ്ങളുടെ മനസ്സ് പുതുക്കണം. അല്ലെങ്കിൽ ഓരോ തവണ വിശ്വാസം സംസാരിക്കുമ്പോഴും നിങ്ങൾ കരുതും അത് വിഡ്ഢിത്തമാണെന്ന്. കാരണം നശിക്കുന്നവർക്ക് അത് വിഡ്ഢിത്തം തന്നെയാണ്. ജഡികമാവുക എന്നത് മരണം തന്നെയാണ്. അപ്പോൾ വിശ്വാസം എന്നത് 5 ഇന്ദ്രിയങ്ങളാൽ എത്തപ്പെടാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് യെശയ്യാവ് 53:1 പറയുന്നത്, ഞങ്ങൾ കേൾപ്പിച്ചത് ആർ വിശ്വസിച്ചിരിക്കുന്നു? യഹോവയുടെ ഭുജം ആർക്ക് വെളിപ്പെട്ടിരിക്കുന്നു എന്ന്. ദൈവമാണ് ഇവിടെ സംസാരിക്കുന്നത്.
ദൈവം നിങ്ങൾക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ട് അവിടുത്തെ ആ റിപ്പോർട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ല? നിങ്ങളുടെ പ്രത്യാശ അവനിൽ വെക്കുക. നിങ്ങളുടെ ആശ്രയം അവനിൽ വെക്കുക. മറ്റു കാര്യങ്ങൾ കേൾക്കാതിരിക്കുക. ദൈവം തന്ന റിപ്പോർട്ടിന് മുകളിലായി അതിനെ എടുക്കാതിരിക്കുക. ഒരു പക്ഷേ അതായിരിക്കാം ഫാക്ട് അല്ലെങ്കിൽ വസ്തുത. പക്ഷെ ആരാണ് സത്യം? യേശുവാണ് സത്യം. അത് എപ്പോഴും അങ്ങനെ തന്നെയിരിക്കും. എന്ത് തന്നെയാണ് യാഥാർത്ഥ്യമെങ്കിലും പക്ഷെ നിങ്ങളുടെ ശരീരം നിങ്ങളുടെ വിശ്വാസത്തിന്റെ വാക്കുകൾ അംഗീകരിക്കണമെന്നില്ല. കാരണം അവ ആത്മീകമാണ്. നിങ്ങളുടെ ശരീരം ജഡികമായ 5 ഇന്ദ്രിയങ്ങൾ കൊണ്ടാണ് ഉള്ളത്. മനസ്സിലായോ? എബ്രായർ 11:3 പറയുന്നു, ഈ കാണുന്ന ലോകത്തിന് ദൃശ്യമായതല്ല കാരണം എന്ന് വരുമാറ് ലോകം ദൈവത്തിന്റെ വചനത്താൽ നിർമ്മിക്കപ്പെട്ടു എന്ന് നാം വിശ്വാസത്താൽ അറിയുന്നു എന്ന് പറയുന്നു. അതിനർത്ഥം അതവിടെയുണ്ട്, പക്ഷെ നിങ്ങൾക്കത് കാണാൻ പറ്റില്ല. പക്ഷെ വിശ്വാസത്താൽ അത് അവിടെ ഉണ്ട് എന്ന് നിങ്ങൾക്കറിയാം. അത് എന്തുകൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടത്? ദൈവവചനം കൊണ്ട്. ആരാണത്? യോഹന്നാൻ 1:3 പറയുന്നു, സകലവും അവൻ മുഖാന്തരമായി ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല എന്ന്. ഇത് യേശുവിനെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾ വെറും ഒരു മനുഷ്യനല്ല. നിങ്ങൾ വീണ്ടും ജനിച്ചതാണെങ്കിൽ നിങ്ങൾ ക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയാണ്. 1 കൊരിന്ത്യർ 3:3 പറയുന്നു, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷൻ മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? നിങ്ങൾ നിങ്ങളുടെ 5 ഇന്ദ്രിയങ്ങളിൽ ഒതുക്കപ്പെട്ടിരിക്കുകയാണോ? അതോ വിശ്വാസം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ? വിശ്വാസത്തിൽ നിന്നും സ്നേഹം വരുന്നു, അതിൽ നിന്ന് പ്രത്യാശ. ഹല്ലേലൂയ. നിങ്ങൾക്കുള്ളത് വിശ്വാസ പ്രശ്നം അല്ല, അവിശ്വാസ പ്രശ്നമാണ്. നിങ്ങളുടെ വിശ്വാസം അവിശ്വാസം കൊണ്ട് മലിനമാക്കപ്പെട്ടിരിക്കുകയാണ്. നാം ചെയ്യേണ്ടത് എന്തെന്നാൽ നമ്മുടെ വിശ്വാസവും പരിശീലിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ അവിശ്വാസത്തെ നമുക്ക് ഓടിക്കാൻ പറ്റും. പാസ്റ്റർ പറഞ്ഞ പോലെ വേദപുസ്തകം നിഗൂഢമല്ല. നാം വചനത്തിൽ സ്വയം പരിശീലിപ്പിക്കണം. നാം ദൈവവചനത്തിൽ പരിശീലിപ്പിക്കപ്പെടണം. എപ്പോഴൊക്കെ അവിശ്വാസം വന്നാലും വേണ്ട എന്ന് അതിനോട് പറയണം. എഫേസ്യർ 6:16 പറയുന്നു, കാലിന് ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടന്റെ തീയമ്പുകൾ ഒക്കെയും കെടുത്തുവത്തക്കതായ വിശ്വാസം എന്ന പരിച കൊണ്ട് നിൽപ്പിൻ എന്ന്. സ്വയം പരിശീലിപ്പിക്കുക തീയമ്പുകൾ പാഞ്ഞെടുക്കുമ്പോൾ. ഇതിലെ സൂത്രം എന്തെന്നാൽ, നിങ്ങൾക്ക് അറിയില്ല ഇത് ശത്രുവിന്റെ ഒളിയമ്പുകൾ ആണ് എന്ന്. നിങ്ങൾ നിങ്ങളുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി അതെടുക്കും, അല്ലെങ്കിൽ തന്ത്രപരമായിരിക്കാനോ നല്ലവനാണെന്ന് കാണിക്കാനോ വേണ്ടി. അങ്ങനെയല്ല, നിങ്ങൾ സ്വയം പരിശീലിപ്പിക്കപ്പെടണം. ദുഷ്ടൻ അയക്കുന്ന തീയമ്പുകൾ തിരിച്ചറിയാൻ വേണ്ടി. അത് നിങ്ങൾക്ക് പറ്റുക ദൈവവചനത്തിലൂടെ മാത്രമാണ്. എങ്ങനെ നിങ്ങൾക്കതറിയാം? പാസ്റ്റർക്ക് അറിയാവുന്ന ഒരാൾ RBIക്ക് വേണ്ടിയാണ് ജോലി ചെയ്തിരുന്നത്. അവരെ കള്ളനോട്ട് തിരിച്ചറിയാൻ വേണ്ടി പഠിപ്പിച്ചിരുന്നു. അതിന് അവർ ശരിക്കുള്ള നോട്ട് എന്താണെന്ന് പഠിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കള്ളനോട്ട് വന്നാൽ അവർക്ക് പെട്ടെന്ന് മനസ്സിലാകും ഇത് ശരിക്കുള്ളത് അല്ല എന്ന്. നിങ്ങളുടെ മനസ്സ് ദൈവവചനത്തിൽ പുതുക്കുക. എബ്രായർ 3:12 പറയുന്നു, സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ എന്ന്. എബ്രായർ 4:11 പറയുന്നു, അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാണ്ടിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കുക എന്ന്. ഇത് കുറച്ചുകൂടി വ്യക്തത നമുക്ക് നൽകും. എന്താണ് ഇത് പറയുന്നത് എന്ന് മനസ്സിലാക്കിയാൽ. ന്യൂ കിങ് ജെയിംസ് വേർഷനിൽ അത് അനുസരണക്കേടിന്റെ ഉദാഹരണമെന്നും കിങ് ജെയിംസ് വേർഷനിൽ അത് അവിശ്വാസത്തിന്റെ ഉദാഹരണം എന്നുമാണ് പറയുന്നത്, തർജ്ജമ ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇത് ഇസ്രായേൽക്കാരെ കുറിച്ചാണ് പറയുന്നത്. അവർ കണ്ട എല്ലാ അത്ഭുതങ്ങൾക്കും ശേഷം അവർ വിശ്രമത്തിലേക്ക് കടക്കുവാൻ വിസമ്മതിച്ചു. വാഗ്ദത്ത ഭൂമിയിലേക്ക് കടക്കാനും വിസമ്മതിച്ചു, അവരുടെ അവിശ്വാസം കാരണം. യോശുവയും കാലേബും ഒഴിച്ച് അത് നിരസിച്ചവരെല്ലാവരും മരിച്ചു. ജഡിക മാനസരായതിനാൽ അവർ മരിച്ചു. നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് സൂക്ഷിച്ചുകൊള്ളുവിൻ. മർക്കോസ് 4:23-24. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾ കേൾക്കുന്നത് എന്ത് എന്ന് സൂക്ഷിച്ചു കൊള്ളുവിൻ. നിങ്ങൾ അളക്കുന്ന അളവ് കൊണ്ട് നിങ്ങൾക്ക് അളന്നു കിട്ടും, അധികമായതും കിട്ടും. കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. നിങ്ങൾക്കെല്ലാം ചെവിയില്ലേ? ഇത് ആത്മീയമായ ചെവിയെ കുറിച്ചാണ് പറയുന്നത്. യേശു ആത്മികവും ഭൗതികവുമായതിനെയാണ് അഭിസംബോധന ചെയ്യുന്നത്. റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു എന്ന്. രണ്ടാമത്തെ കേൾവി എന്നത് ആത്മീയമാണ്, ഭൗതികമല്ല. അതുകൊണ്ട് നിങ്ങൾ കേൾക്കുമ്പോഴും സംസാരിക്കുമ്പോഴും സ്വയം സംരക്ഷിക്കുക. സദൃശ്യവാക്യങ്ങൾ 18:21 പറയുന്നു, മരണവും ജീവനും നാവിന്റെ അധികാരത്തിൽ ഇരിക്കുന്നു, അതിൽ ഇഷ്ടപ്പെടുന്നവർ അതിന്റെ ഫലം അനുഭവിക്കും എന്ന്.
നിങ്ങൾ പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. നാവ് എന്നത് പ്രാഥമികമായി സൃഷ്ടിക്ക് വേണ്ടിയാണ്, പിന്നീടാണ് ആശയവിനിമയം. മൃഗങ്ങൾ ആശയവിനിമയം ചെയ്യും, പക്ഷെ അവർക്ക് സൃഷ്ടിക്കാൻ ആവില്ല. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ വിശ്വാസത്തിലൂടെ സൃഷ്ടിക്കണം. ഒന്നുകിൽ നിങ്ങൾ ജീവൻ സൃഷ്ടിക്കും, അല്ലെങ്കിൽ മരണം. നിങ്ങൾ ജീവൻ തിരഞ്ഞെടുക്കൂ. ഹല്ലേലൂയ. നിങ്ങൾ ഇതെല്ലാം കേട്ടു, പക്ഷെ നാം ഒരു ദുരവസ്ഥയിൽ ആയിരിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസും ഇതേ അവസ്ഥയിൽ കൂടെ കടന്നു പോയിരുന്നു. അത് റോമർ 7:14 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നുണ്ട്. ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ, ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെ അല്ല പകക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. നിങ്ങൾ ഇത് കാണുന്നുണ്ട്, പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. പൗലോസ് പിന്നീട് പറയുന്നുണ്ട്, നിങ്ങൾ കാണുന്നത് പാപമാണ്, അത് നിങ്ങളിൽ കാണപ്പെടുന്നു. അദ്ദേഹം ചിന്തിക്കുന്നത് അതിനെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ്. എന്നിട്ട് പിന്നീട് സ്വയം പറയുന്നു 7:25, അതായത് ആ അധ്യായത്തിന്റെ അവസാനം അല്ലെങ്കിൽ അടുത്ത അധ്യായത്തിന്റെ ആരംഭത്തിൽ പറയുന്നു, റോമർ 7:25 മുതൽ 8:1 വരെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഞാൻ തന്നെ ബുദ്ധി കൊണ്ട് ദൈവത്തിന്റെ പ്രമാണത്തെയും ജഡം കൊണ്ട് പാപത്തിന്റെ പ്രമാണത്തെയും സേവിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്നും യേശു ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നുവെന്ന്. ഇതെല്ലാം ഒരേ ചിന്തയിൽ നിന്ന് വരുന്നതാണ്. നമ്മുടെ വേദപുസ്തകത്തിൽ അത് വ്യത്യസ്ത അധ്യായങ്ങളാണെന്ന് മാത്രം. പക്ഷെ മനസ്സിലാക്കുക, ഇതെല്ലാം ഒരേ ചിന്ത തന്നെയാണ്. ദൈവത്തിന് അറിയാം നിങ്ങളിൽ പാപമുണ്ടെന്ന്. നിങ്ങൾ പാപികളായിരുന്നപ്പോൾ അവിടുന്ന് നമുക്ക് വേണ്ടി മരിച്ചു. പക്ഷെ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് ദൈവവചനത്തിൽ മനസ്സ് പുതുക്കുവാൻ വേണ്ടിയാണ് എന്ന് നാം മനസ്സിലാക്കണം. എപ്പോൾ സൃഷ്ടിക്കണം, എപ്പോൾ സംസാരിക്കണം, നമ്മുടെ സ്വർഗസ്ഥനായ പിതാവുമായിട്ട്, അത് നമുക്കറിയണം. എപ്പോൾ സൃഷ്ടിക്കണം, നമുക്ക് അറിഞ്ഞിരിക്കണം. എപ്പോൾ വിനിമയം ചെയ്യണമെന്ന്. ഇതൊരു ഫോർമുല ഒന്നുമല്ല, അതൊരു ബന്ധത്തിന്റെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടണം. റോമർ 8:10-11 വാക്യങ്ങളിൽ പറയുന്നു, ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപനിമിത്തം മരിക്കേണ്ടതെങ്കിലും ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. യേശുവിനെ മരിച്ചവരിൽ നിന്നും ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നു എങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്നും ഉയർപ്പിച്ചവൻ നിങ്ങളിൽ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെ ജീവിപ്പിക്കും എന്ന് എഴുതിയിരിക്കുന്നു. നാം നമ്മുടെ വിശ്വാസം യേശു ക്രിസ്തുവിൽ ആക്കുകയാണെങ്കിൽ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കും. നിങ്ങൾ യേശു ക്രിസ്തുവിൽ പൂർത്തീകരിച്ച യേശുവിന്റെ ക്രൂശിൽ പൂർത്തീകരിച്ച ദൗത്യത്തിൽ വിശ്വാസം അർപ്പിച്ചാൽ, അതായത് യേശു ക്രൂശിൽ ഏറിയില്ലായിരുന്നെങ്കിൽ എല്ലാ കൃപയും പ്രസക്തിയില്ലാത്തതായേനെ. നിങ്ങൾ നിങ്ങളുടെ വിശ്വാസം ക്രൂശിലെ പൂർത്തീകരിച്ച ആ പ്രവൃത്തിയിൽ ആക്കിയിരിക്കണം. നിങ്ങൾ ദൈവത്തെ അനുസരിച്ചാൽ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പോസ്തല പ്രവൃത്തികൾ 2:2-4. പെട്ടെന്ന് കൊടിയ കൊടുങ്കാറ്റടിക്കുന്ന പോലെ ആകാശത്തു നിന്നും ഒരു മുഴക്കമുണ്ടായി. അവർ ഇരുന്നിരുന്ന വീട് മുഴുവൻ നിറച്ചു. അഗ്നിജാല പോലെ പിളർന്നിരിക്കുന്ന നാവുകൾ അവർക്ക് പ്രത്യക്ഷമായി. അവരിൽ ഓരോരുത്തരുടെ മേൽ പതിഞ്ഞു. എല്ലാവരും പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി. ആത്മാവ് അവർക്ക് ഉച്ചരിപ്പാൻ നൽകിയതുപോലെ അന്യഭാഷകളിൽ സംസാരിച്ചു തുടങ്ങി. ഇവിടെ അവർ യേശു ക്രിസ്തു എന്താണോ പറഞ്ഞത് അതനുസരിച്ചു. അപ്പോസ്തല പ്രവർത്തികൾ 5:32 പറയുന്നു, ഈ വസ്തുതയ്ക്ക് ഞങ്ങളും ദൈവം തന്നെ അനുസരിക്കുന്നവർക്ക് നൽകിയ പരിശുദ്ധാത്മാവും സാക്ഷികളാകുന്നു എന്ന് ഉത്തരം പറഞ്ഞു. ആരെ? ക്രിസ്തുവിനെ. നിങ്ങൾ ക്രിസ്തുവിന്റെ പ്രമാണങ്ങളെയും കൽപ്പനകളെയും അനുസരിക്കുന്നവരാണെങ്കിൽ അവിടുന്ന് നിങ്ങളെ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കും. നിങ്ങൾ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ടില്ല എങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജീവിതം പരിശോധിക്കുക. നിങ്ങൾക്ക് അനുസരണ ഉണ്ടോ എന്ന്. കാരണം അത് ദൈവത്തിൽ നിന്നുള്ള ഒരു ദാനമാണ്. ദൈവം അത് നടക്കാതിരിക്കുവാൻ വേണ്ടി ഒന്നും ചെയ്യുന്നില്ല. നിങ്ങളുടെ അനുസരണക്കേട് കൊണ്ട് നിങ്ങൾക്കത് നിർത്താൻ വേണമെങ്കിൽ പറ്റും. നാം യേശുവിനെ പോലെ മുദ്ര കുത്തപ്പെട്ടവര് ആണ്. വീണ്ടെടുപ്പിന്റെ ദിവസത്തിൽ നാം പരിശുദ്ധാത്മാവിനാൽ മുദ്ര കുത്തപ്പെട്ടവരാണ്. എഫേസ്യർ 1:13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. അവനിൽ നിങ്ങൾക്കും നിങ്ങളുടെ രക്ഷയെക്കുറിച്ചുള്ള സുവിശേഷം എന്ന സത്യവചനം നിങ്ങൾ കേൾക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്തിട്ട് തന്റെ സ്വന്തം ജനത്തിന്റെ വീണ്ടെടുപ്പിന് വേണ്ടി തന്റെ മഹത്വത്തിന്റെ പുകഴ്ചയ്ക്കായിട്ട് നമ്മുടെ അവകാശത്തിന്റെ അച്ചാരമായ വാഗ്ദത്തത്തിൻ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിട്ടിരിക്കുന്നു. എഫേസ്യർ 4:30 പറയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത് എന്ന്. എങ്ങനെ നിങ്ങൾക്ക് അവനെ ദുഃഖിപ്പിക്കാൻ പറ്റും? കാരണം അവൻ നിങ്ങളിൽ ഉണ്ട്. നിങ്ങൾ എവിടെ പോയാലും നിങ്ങൾ അവനെയും കൊണ്ടുപോകുന്നു. അതുകൊണ്ട് അവനെ ദുഃഖിപ്പിക്കരുത്, കളിയാക്കുകയും അരുത്. ഇത് നിങ്ങളാണ്, നിത്യതയാണ്. അതുകൊണ്ട് നമുക്കൊരു ഗ്യാരണ്ടി ഉണ്ട്. 2 കൊരിന്ത്യർ 1:21 മുതൽ 22 വരെയുള്ള വാക്യങ്ങളിൽ പറയുന്നു,
ഞങ്ങളെ നിങ്ങളോട് കൂടെ ക്രിസ്തുവിൽ ഉറപ്പിക്കുന്നതും നമ്മെ അഭിഷേകം ചെയ്യുന്നതും ദൈവമല്ലോ. അവൻ നമ്മെ മുദ്രയിട്ടും ആത്മാവ് എന്ന അച്ചാരം നമ്മുടെ ഹൃദയങ്ങളിൽ തന്നും ഇരിക്കുന്നു എന്ന്. നമ്മുടെ ഹൃദയത്തിലെ ആത്മാവ് അബ്ബാ പിതാവേ എന്ന് വിളിച്ചു കരയുന്നു. ഈ ദേശത്തെ ദൈവങ്ങളെ വിളിച്ചല്ല കരയുന്നത്, നാം പിതാവായ ദൈവത്തെ വിളിക്കുന്നു. റോമർ 8:13 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ. നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും. ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആണ്. അതിനർത്ഥം ദൈവാത്മാവ് നമ്മെ ഈ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുവാൻ വേണ്ടി സഹായിക്കുന്നു. നിങ്ങളിൽ ആരംഭിച്ചിരിക്കുന്ന സത്പ്രവൃത്തികളെ പൂർണ്ണതയിൽ എത്തിക്കുവാൻ അവിടുന്ന് നമ്മെ സഹായിക്കും. നിങ്ങൾ വിചാരിക്കും നിങ്ങൾ പെർഫെക്റ്റ് ആണെന്ന്. ഇതൊരു പണി നടന്നുകൊണ്ടിരിക്കുന്ന ഒന്ന് മാത്രമാണ്. പരിശുദ്ധാത്മാവിനാൽ ഞാൻ എൻ്റെ ശരീരത്തിലെ പ്രവർത്തികളെ മരണത്തിന് വിട്ട് കൊടുക്കുന്നു. മത്തായി 6:34. അതുകൊണ്ട് നാളേക്കായി വിചാരപ്പെടരുത്, നാളത്തെ ദിവസം തനിക്കായി വിചാരപ്പെടുമല്ലോ. അതത് ദിവസത്തിന് അന്നത്തെ ദോഷം മതി. എന്താണ് ഇതിന്റെ അർത്ഥം? അതും മറികടക്കലുമായി എന്താണ് ബന്ധം? എല്ലാ ദിവസവും അതിൻ്റെതായ പ്രശ്നങ്ങൾ ഉണ്ടാകാം. കാരണം ദിവസം വീഴ്ച പറ്റിയ ഒന്നാണ്. പക്ഷേ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നം ദിവസത്തിലുണ്ടെങ്കിലും നിങ്ങൾ അതിനെ മറികടക്കും. അതുകൊണ്ട് നാളെയെക്കുറിച്ചൊരു വേവലാതി വേണ്ട. മറികടക്കുക. ഇന്ന് എന്തുണ്ടെങ്കിലും വർത്തമാനകാലത്തിൽ ജീവിക്കുക. ദൈവം പ്രവർത്തിക്കട്ടെ. എന്തെങ്കിലും ഭാവിയിൽ ചെയ്യാനുണ്ടെങ്കിൽ ദൈവം അത് പറഞ്ഞു തരും. ദൈവാത്മാവ് നടത്തുന്നവർ എല്ലാം ദൈവത്തിന്റെ മക്കളാണ്. ഇത് പുതിയ ഉടമ്പടിയാണ്. അതുകൊണ്ട് നാളെക്കുറിച്ച് വേവലാതിപ്പെടേണ്ടതില്ല. നാളത്തെ ദിവസം നാളേക്കായി വിചാരപ്പെടുമല്ലോ. ഇന്നുള്ളതിനെ മറികടക്കുക. 1 യോഹന്നാൻ 4:12-13. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നാം അന്യോന്യം സ്നേഹിക്കുന്നുവെങ്കിൽ ദൈവം നമ്മിൽ വസിക്കുന്നു, അവന്റെ സ്നേഹം നമ്മിൽ തികഞ്ഞും ഇരിക്കുന്നു. നാം അവനിലും അവൻ നമ്മിലും വസിക്കുന്നു എന്ന് അവൻ തന്റെ ആത്മാവിനെ തന്നതിനാൽ നാം അറിയുന്നു. ദൈവം നമ്മോട് കൂടെയല്ല, അവൻ നമ്മിലാണ്. എന്തുകൊണ്ട്? കാരണം അവിടുന്ന് തന്റെ ആത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നു. യേശു ദൈവം നമ്മോട് കൂടിയായിരുന്നു. അബ്രഹാത്തിന്റെ അനുഗ്രഹങ്ങൾ വിജാതീയരുടെ മേൽ വന്നിരിക്കുന്നു. പരിശുദ്ധാത്മാവ് ദൈവം നമ്മിൽ തന്നെയാണ്. ആയതിനാൽ നമുക്ക് പരിശുദ്ധാത്മാവിന്റെ വാഗ്ദത്തങ്ങൾ സ്വീകരിക്കാൻ പറ്റും. യേശു മരിച്ചു, ഉയർത്തെഴുന്നേറ്റു, പിതാവിങ്കലേക്ക് മടങ്ങിപ്പോയി. എന്നിട്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകി. എന്തുകൊണ്ട്? കാരണം അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു. ഈ പരിശുദ്ധാത്മാവ് അവിടുത്തെ മരിച്ചവരിൽ നിന്നും ഉയർത്തെഴുന്നേൽപ്പിച്ചു. യേശു നമുക്ക് പരിശുദ്ധാത്മാവിനെ നൽകി. നമ്മുടെ വിശ്വാസം നാം യേശുവിൽ വെക്കുമ്പോൾ നാം പരിശുദ്ധാത്മാവിനെ പ്രാപിക്കും. നാം ദൈവത്തെ അനുസരിക്കുമ്പോൾ അവന്റെ ക്രൂശിലെ ജോലി പൂർത്തീകരിക്കപ്പെടും. നാം പരിശുദ്ധാത്മാവിനാൽ മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നു വീണ്ടെടുപ്പിന്റെ ദിവസത്തിനായി. അതുകൊണ്ട് നമുക്കൊരു ഗ്യാരണ്ടിയും ഉണ്ട്, ഒരു സാക്ഷി. റോമർ 8:14 പറയുന്നു, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കൾ ആകുന്നു എന്ന്. അവസാന കാല ചതി എന്നത് മന്ത്രമോ നിഗൂഢതയോ ഒന്നുമല്ല. അത് ദൈവം തന്നെ അയക്കുന്നതാണ്. ദൈവം മുന്നമേ അതിനെക്കുറിച്ച് നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുമുണ്ട്. തന്റെ പ്രവാചകരിലൂടെയും അപ്പോസ്തലരിലൂടെയും പാസ്റ്റർമാരിലൂടെയും അധ്യാപകരിലൂടെയും എന്താണത് എന്ന്. അതുകൊണ്ട് ഒരു ദൈവികത ഉണ്ടാക്കേണ്ട ആ ശക്തിയെ നിരാകരിക്കരുത്. അവിടുത്തെ ശക്തിയെ ആമേൻ ദൈവാത്മാവിനാൽ നയിക്കപ്പെടുക. അത് നമ്മെ ദൈവ പൈതലായി തീർക്കുന്നു. ആമേൻ. ശ്രദ്ധയോടെ ശ്രവിച്ചതിന് നന്ദി. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദ്യങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ഞങ്ങളെ ബന്ധപ്പെടുക. എല്ലാവർക്കും അനുഗ്രഹപൂർണമായ ഒരു ദിവസം ആശംസിക്കുന്നു.